ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് നാടിന് സമർപ്പിച്ചു. പെരുമ്പാവൂരിൽ കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോണിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച തലസ്ഥാനത്തെ ഏറ്റവും വലിയ സ്മാർട്ട് റോഡ് ഇന്ന് നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നേമം MLA-യും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടിയാണ് റോഡുകൾ ഉദ്ഘാടനം ചെയ്തത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണം. സംസ്ഥാനത്ത് എല്ലായിടങ്ങളിലും സ്മാർട്ട് റോഡ് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ആലോചന. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ റിമാൻഡ് ചെയ്തു. 24-കാരനായ ഐവിൻ ജിജോ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. CISF ഉദ്യോഗസ്ഥരായ വിനയ്കുമാർ, മോഹൻകുമാർ എന്നിവരെയാണ് അങ്കമാലി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 29-ാം തീയതി വരെ റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം മഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച പ്രതി ബെയിലിൻ ദാസിന് ജാമ്യമില്ല. പ്രതിയെ 14 ദിവസത്തേക്ക് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. വൈദ്യപരിശോധന പൂർത്തിയാക്കി ഉച്ചയോടെ പ്രതിയെ പൂജപ്പുര ജയിലിൽ എത്തിച്ചു. പ്രതിയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. അടുത്ത ചൊവ്വാഴ്ച വരെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പെരുമ്പാവൂരിൽ കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോണിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. ബന്ധുവിന്റെ 5 വയസ്സുള്ള കുട്ടിയെ പ്രതി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കുട്ടി നിരന്തരം പീഡനത്തിനിരയായിരുന്നുവെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. 50 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയ പെരുമ്പാവൂർ സ്വദേശിക്കെതിരെ പോക്സോ കുറ്റവും ചുമത്തി. ഇയാൾ ലഹരിക്കടിമയാണെന്ന് പോലീസ് പറയുന്നു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ TRF-നെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ UN ഉപരോധ കമ്മിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തെളിവുകളും കൈമാറി. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം 2 തവണ TRF ഏറ്റെടുത്തിരുന്നു. ജമ്മു കാശ്മീരിലെ ത്രാലിൽ 2-ാം ഓപ്പറേഷൻ നടന്നുവെന്ന് സൈന്യം. ത്രാൽ ഗ്രാമത്തിലായിരുന്നു ഭീകരരുണ്ടായിരുന്നതെന്നും കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ 6 ഭീകരരെ വധിച്ചുവെന്നും സൈന്യം വ്യക്തമാക്കി. ശ്രീനഗറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേണൽ സോഫിയ ഖുറൈഷിക്കും റാപ്പർ വേടനുമെതിരെ BJP RSS നേതാക്കൾ നടത്തിയ പരാമർശങ്ങളെ അങ്ങേയറ്റം അപലപിക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഈ പരാമർശങ്ങൾ സംഘപരിവാറിന്റെ ദളിത് ന്യൂനപക്ഷ വിരോധത്തിന്റെ സൂചനകളാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കേണൽ ഖുറൈഷിക്കെതിരെ BJP മന്ത്രി നടത്തിയ പരാമർശം ആത്മഹത്യാപരമാണെന്നും വേടനെതിരെ RSS പറഞ്ഞതെല്ലാം ശുദ്ധ മണ്ടത്തരമാണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. തെലങ്കാനയിൽ എത്തിയ മിസ് വേൾഡ് മത്സരാർത്ഥികളുടെ കാൽ വോളണ്ടിയർമാരായി സ്ത്രീകൾ കഴുകിയ സംഭവം വിവാദത്തിൽ. രാമക്ഷേത്രത്തിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. തെലങ്കാന സർക്കാർ ഇന്ത്യൻ വനിതകളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തിയതായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാമക്ഷേത്രം കാണാനെത്തിയതായിരുന്നു മിസ് വേൾഡ് മത്സരാർത്ഥികൾ. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് നിരാശ. കേരളത്തിലേക്ക് അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും വരില്ലെന്ന് സ്ഥിരീകരിച്ച കായിക മന്ത്രിയുടെ ഓഫീസ്. സ്പോൺസർമാർ പിന്മാറിയതാണ് കാരണമെന്നും മന്ത്രി V അബ്ദുറഹ്മാന്റെ ഓഫീസ് വ്യക്തമാക്കി. ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകം വെബ്സൈറ്റ്, YouTube ചാനൽ സന്ദർശിക്കുക.